ഉസ്താദുമാര് പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഈ നാടാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല. പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുസായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. പാലത്തായിലെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. അന്നും ഇന്നും എല്ലാ കാലത്തും അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുക, സഹായം നൽകുക എന്നതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ CPM-നെതിരായി തിരിച്ചുവിടുക എന്നത് മാത്രമാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ ചോദിക്കുന്നു, ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ, ഈ കേരളത്തിൽ ഉസ്താദുമാര് പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഈ നാടാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല. പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുസായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദുമാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു? ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ പീഡിപ്പിച്ചില്ലേ? ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഇവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ ഏതെങ്കിലും ആക്ഷൻ കമ്മിറ്റി ഉണ്ടോ? എന്തെങ്കിലും പ്രസംഗമുണ്ടോ? എന്തെങ്കിലും മുദ്രാവാക്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടേത് വർഗീയതയാണ്. എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയല്ല പ്രശ്നങ്ങളെ സമീപിക്കുന്നത്. മുസ്ലിമാണോ പീഡിപ്പിക്കപ്പെട്ടത്, ഹിന്ദുവാണോ പീഡിപ്പിക്കേണ്ടത് എന്നല്ല. പീഡിപ്പിക്കപ്പെട്ട കുട്ടികളോടൊപ്പം എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത് പാലത്തായിലെ പെൺകുട്ടികളോടൊപ്പം ഞങ്ങൾ നിന്നിട്ടുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇനിയും ഉണ്ടാകും. നിങ്ങളുടെ കുടുസായ സങ്കുചിതമായ വർഗീയ മനോഭാവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഈ നാട്ടിലെ ആർക്കാണറിയാത്തത്? ആർക്കറിയാത്തത്? എന്താ പ്രശ്നം? പാലത്തായിലെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തപ്പോ അത് കുട്ടിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താല്പര്യമെടുത്തില്ല. കാരണം എന്താ? കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട്. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ആ കേസ് കുറ്റവാളി രക്ഷപ്പെട്ടേക്കും എന്നൊരു സ്ഥിതി വന്നു. ഈ സ്ഥിതി വന്നപ്പോ ഞങ്ങളാണ് ഇടപെട്ടത്, നിങ്ങളല്ല. ഈ സംസ്ഥാനത്ത് സർക്കാർ നേതൃത്വം നൽകുന്നൊരു പാർട്ടി എന്ന നിലയിൽ CPM-ന്റെ പാനൂർ ഏരിയ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വവും സംസ്ഥാന പാർട്ടി നേതൃത്വത്തെ ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ട പുതിയ അന്വേഷണ സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ലോക്കൽ പോലീസിന്റെ ഭാഗമായിട്ട് ആ കേസിൽ ഒരു സ്തംഭനാവസ്ഥയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണമെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണ സംവിധാനം വേണം. ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്, നിങ്ങളല്ല. SDPക്കാരൻ ആവശ്യപ്പെട്ടോ? മുസ്ലിം ലീഗുകാരൻ ആവശ്യപ്പെട്ടോ? ആണോ? അങ്ങനെയാണോ SIT വന്നത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നത് അങ്ങനെയാണോ? അല്ല, ഞങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ആവശ്യപ്പെടുക മാത്രമല്ല, സർക്കാരിൽ സ്വാധീനം ചെലുത്തി, നിർബന്ധം ചെലുത്തി അത്തരത്തിലൊരു ടീം ഉണ്ടാക്കിയിട്ട് ആ ടീമിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയത്. എന്താ പത്മരാജന്റെ വക്കീല്, BJP നേതാവിന്റെ വക്കീല് കോടതിയിൽ വാദിച്ചത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി പ്രവർത്തിച്ച DYSP അല്ലെങ്കിൽ ACP അദ്ദേഹം ഇപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ LPF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വിരമിച്ചു. രത്നകുമാർ എന്ന് പറയുന്ന അന്നത്തെ പാലത്തായി പീഡനക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള രത്നകുമാർ ഇന്ന് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. BJP-യുടെ വക്കീല് കോടതിയിൽ പറഞ്ഞു, ഇയാൾ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ CPM-ന്റെ നേതാവാണ്. ഈ CPM-ന്റെ നേതാവായിട്ടുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ BJP-യോടുള്ള വിരോധം വെച്ച് പത്മരാജനെ കേസിൽ കുടുക്കി. അതുകൊണ്ട് കോടതി ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പത്മരാജനെ കേസിൽപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ കേസ് വിട്ടുകളയണം. ഇതാണ് വാദം. ആര്? പത്മരാജന്റെ വക്കീലിന്റെ വാദം. നിങ്ങളെന്താ ഇവിടെ പറയുന്നത്? നിങ്ങൾ പറയുന്നത് പത്മരാജനെ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുവെന്ന്. BJP-ക്കാരും കോടതിയിൽ വാദിക്കുന്നത്
CPM-കാര് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പത്മരാജനെ പുതുക്കിയെന്ന്. ഇതിലേതാ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ വൈകണ്ടി പറയുന്നു CPM BJP രക്ഷിക്കാൻ ശ്രമിച്ചു, പീഡിപ്പിച്ച BJP നേതാവ് രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന്. കോടതിയിൽ BJP-യുടെ വക്കീല് പറയുന്നു പത്മരാജനെ കുടുക്കിയത് CPM ആണ് എന്ന്. ഇത് തമ്മിൽ വ്യത്യാസമില്ലേ? ഇതിൽ ആര് പറയുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതല്ലല്ലോ പ്രശ്നം. പീഡിപ്പിക്കപ്പെട്ട കുട്ടിയോട് എന്തെങ്കിലും സഹാനുഭൂതിയാണോ നിങ്ങൾക്കുള്ളത്? അല്ലേ അല്ല. നിങ്ങൾക്കുള്ളത് ശുദ്ധ വർഗീയതയാണ്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒന്നും നിങ്ങൾക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും, എന്നാൽ ഈ കാര്യത്തിൽ CPM-നെ അടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുസ്ലിം ലീഗ് ഞങ്ങളെ ഈ കേസുമായി ബന്ധപ്പെട്ട്, പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് CPM-നെ BJP-യെ സഹായിക്കുന്ന, BJP-യെ പിന്തുണക്കുന്ന സംഘികളായി ചിത്രീകരിക്കുന്നു, സംഘാവായിട്ട് ചിത്രീകരിക്കുന്നു. CPM-ഉം RSS-ഉം തമ്മിൽ വലിയ കൊളാബറേഷനാണ് എന്നാണ് പറയുന്നത്. ഇത് ഈ പാലത്തായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച പത്മരാജൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് BJP CPM ധാരണയുണ്ടാക്കുന്നത്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? ഈ പാനൂർ മേഖലയിൽ BJP-യെ വളർത്തിയത് മുസ്ലിം ലീഗല്ലേ? നിങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗല്ലേ വളർത്തിയത്? ഞാൻ ചോദിക്കുന്നു, ഇവിടെ 1980 നടന്ന പെരിങ്ങളം നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനോടുകൂടിയാണ് പെരിങ്ങളത്തിന്റെ രാഷ്ട്രീയം മാറി മറിഞ്ഞത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് AK ശശീന്ദ്രൻ മത്സരിച്ചു. AK ശശീന്ദ്രൻ LDF സ്ഥാനാർത്ഥി. ആരാ ലീഗിന്റെ സ്ഥാനാർത്ഥി? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി KG മാരാർ. KG മാരാർ കോൺഗ്രസും മുസ്ലിം ലീഗും പിന്തുണച്ച സ്ഥാനാർത്ഥി അല്ലേ? ഞങ്ങൾക്കെതിരായി AK ശശീന്ദ്രൻ ഞങ്ങൾ പിന്തുണച്ചു. അന്നാണ് AK ശശീന്ദ്രൻ LDF-ന്റെ ബാനറിൽ ആദ്യമായി ഈ പെരിങ്ങളത്തിൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. KG മാരാറെ പരാജയപ്പെടുത്തിയിട്ട് KG മാരാറെ വിജയിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാര് ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് എന്താ സംഭവിച്ചത്? ആ കൂടുതൽ സ്വാധീന ശക്തി എത്തുന്ന സ്ഥിതി ഉണ്ടായി. ആരിലൂടെ? നിങ്ങൾ പിന്തുണച്ചുണ്ടാക്കിയ ശക്തി. KG മാരാറെയും RSS-നെയും BJP-യെയും നിങ്ങൾ വെള്ളപൂശി. ആ അനുകൂലമായ സാഹചര്യം വെച്ചുകൊണ്ട് അവർ എറണാകുളത്തും പത്തായക്കുന്നിലും കൊയിലൂരിലും അങ്ങനെ ഈ പാനൂരിലെ വ്യത്യസ്ത മേഖലകളിൽ BJP RSS കുറെ കൂടി താവളങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് എത്തി നിങ്ങളുടെ പിന്തുണയോടുകൂടി. മാത്രമാണോ? പിന്നീട് CPM-ന്റെ പ്രവർത്തകന്മാരെ 1980-കൾക്ക് ശേഷം നിരവധി പ്രവർത്തകന്മാരെ കൊന്നു തള്ളുന്നൊരു സാഹചര്യമുണ്ടായി. നിരവധി പാർട്ടി സഖാക്കളെ കൈയും കാലും വെട്ടി, ചിലരുടെ കൈ വെട്ടി, ചിലരുടെ കൈയും കാലും വെട്ടി, അങ്ങനെ ശരീരം അംഗവൈകല്യം വരുത്തിക്കൊണ്ട് ഈ മേഖലയിലാകെ RSS ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. അത്തരമൊരു ഘട്ടത്തിൽ അന്നത്തെ BJP-യുടെ നേതാക്കന്മാരെ, അന്ന് BJP-യുടെ നേതാവായിരുന്നു OK വാസു മാഷ്, അന്നും ഇന്നും RSS-ന്റെ നേതാവാണ് പന്നന്നൂർ രാമചന്ദ്രൻ, പന്നന്നൂർ രാഘവൻ. ഇവരെയെല്ലാം ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കഥ നിങ്ങൾ മറന്നോ? നിങ്ങൾ മറന്നാലും ഞങ്ങൾ മറക്കില്ല. നിങ്ങൾ കൊടുത്ത വിസ, നിങ്ങൾ കൊടുത്ത ആതിഥ്യം, നിങ്ങൾ കാറിൽ സഞ്ചരിച്ച് പണം പിരിച്ചു കൊടുത്തു. എന്തിന്? CPM-കാരനെ കൊന്ന RSS-കാരന്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട്, CPM-കാരനെ ഇനിയും വെട്ടിക്കൊല്ലാൻ വേണ്ടി, അവർക്ക് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, ബോംബുണ്ടാക്കാൻ വേണ്ടിയിട്ട് പണം തിരിച്ചു കൊടുത്ത പാർട്ടിയാണ് നിങ്ങൾ, മുസ്ലിം ലീഗ് അല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതിന് ചിത്രങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഒരുമിച്ച് പോയി ഫണ്ട് തിരിച്ചു കൊടുക്കുന്ന ചിത്രം വേണോ? എന്നിട്ട് നിങ്ങളിപ്പോ ഞങ്ങളോട് പറയുകയാണ് പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളും BJP-യും തമ്മിൽ യോജിപ്പ് എന്ന്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ചോര വീണ മണ്ണാണിത്. RSS-കാരുമായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് മൈക്ക് കിട്ടുമ്പോൾ പ്രസംഗിക്കുന്ന ഒന്നല്ല. ഈ സഖാക്കൾ സ്വന്തം ജീവനും ജീവിതവും സമർപ്പിച്ച് നടത്തുന്ന പോരാട്ടമാണത്. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് RSS-യുമായിട്ടുള്ള ശത്രുത എന്ന് പറയുന്നത് വ്യക്തികളുള്ള ശത്രുതയല്ല. RSS പ്രതിദാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തോടാണ് ഞങ്ങൾക്ക് ശത്രുത.
ആ ശത്രു തന്നെയാണ് മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്ന വർഗീയതയോട് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരേ നിലപാടാണ്.